ടോപ്പിക്ക് ഗ്രീൻ കെമിസ്ട്രിയാണ്. ഗ്രീൻ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ യൂട്ടിലൈസേഷൻ ഓഫ് എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് that reduces or eliminates the use and generation of hazardous substance in the design, manufacture and application of chemical products so that any adverse impact on environment is prevented or at least reduced. ഗ്രീൻ കെമിസ്ട്രിയിൽ ഒരു 12 പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്. അപ്പോൾ ആ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ട് നമുക്ക് ഹസാഡസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ എൻവയോൺമെൻറ്റിന് സേഫസ്റ്റ് ആയിട്ട് നല്ല പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗ്രീൻ കെമിസ്ട്രീൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, 12 പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി. അപ്പോൾ ഗ്രീൻ കെമിസ്ട്രിയിൽ 12 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആദ്യത്തേതെന്ന് പറയുന്നത് വേസ്റ്റ് പ്രിവെൻഷൻ ഇൻസ്റ്റെഡ് ഓഫ് റെമഡിയേഷൻ. അപ്പോൾ നമ്മളൊരു വേസ്റ്റ് ഉണ്ടായിട്ട് അതിനെ ഡിസ്പോസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് അത് പ്രിവെൻറ്റ് ചെയ്യുക, ആ വേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടി അതിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ആറ്റം എക്കണോമി ഓർ ആറ്റം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാക്സിമം നമ്മൾ ഉപയോഗിക്കുന്ന റിയാക്ടൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പ്രൊഡക്ട്സ് ഫോം ചെയ്യാനുള്ള ഒരു രീതിയാണ് ഈ ആറ്റം എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിനിമൈസേഷൻ ഓഫ് ദ യൂസ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഹസാഡസ് ആൻഡ് ടോക്സിക് കെമിക്കൽസ് ആണ് തേർഡ് വൺ. നമ്മൾ മാക്സിമം ഈ ഹസാഡസും അതുപോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതും എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഡിസൈനിങ് സേഫർ പ്രൊഡക്ട്സ് ആണ് നാലാമത്തേത്. അതായത് സേഫർ ആയിട്ടുള്ള നല്ല പ്രൊഡക്ട്സ് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുക. യൂസ് ഓഫ് സേഫർ ഓക്സിലറീസ് ആണ് അഞ്ചാമത്തേത്. അപ്പോൾ യൂസ് ഓഫ് സേഫർ ഓക്സിലറീസ് എന്ന് വെച്ചാൽ ഓക്സിലറീസ് എന്ന് പറഞ്ഞാൽ സോൾവെൻസ് അതുപോലെ തന്നെ സെപ്പറേഷൻ ഏജൻസ് അതൊക്കെയാണ് ഓക്സിലറീസിന് എക്സാമ്പിൾ. അപ്പോൾ നല്ല ഓക്സിലറീസ് അതായത് സേഫ് ആയിട്ടുള്ള ഓക്സിലറീസ് മാക്സിമം യൂസ് ചെയ്യുക. ഡിസൈൻ ഫോർ എനർജി എഫിഷ്യൻസി അതാണ് നമ്മുടെ ആറാമത്തേത് എന്ന് പറയുന്നത്. യൂസ് ഓഫ് റിന്യൂവബിൾ ഫീഡ് സ്റ്റോക്ക് ആണ് ഏഴാമത്തേത്. അപ്പോൾ റിന്യൂവബിൾ ഫീഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ ഫീഡ് സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് റിന്യൂവബിൾ ആയിട്ടുള്ളത് യൂസ് ചെയ്യണം. യൂസ് ഓഫ് ഷോർട്ടർ സിന്തറ്റിക് റൂട്ട്സ്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന അതായത് നമ്മുടെ അൺനെസസറി ആയിട്ടുള്ള ഡെറിവേറ്റൈസേഷൻ എന്താണ് ബ്ലോക്കിംഗ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഡീ പ്രൊട്ടക്ഷൻ മോഡിഫിക്കേഷൻ ഓഫ് കെമിക്കൽ അല്ലെങ്കിൽ പ്രോസസ്സുകളൊക്കെ മോഡിഫൈ ചെയ്യുന്നത് അതെല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് ഷോർട്ടർ ആയിട്ടുള്ള സിന്തറ്റിക് റൂട്ട്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എട്ടാമത്തേത്. അടുത്ത യൂസ് ഓഫ് കാറ്റലിറ്റിക് റിയേജൻസ്. അപ്പോൾ കാറ്റലിറ്റിക് റിയേജൻസ് വന്നിട്ട് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ എന്താണ് സെലക്റ്റീവ് ആയിട്ടുള്ള കാറ്റലിറ്റിക് റിയേജൻസ്, അതായത് നമുക്ക് എത്രത്തോളം ബെനിഫിഷ്യൽ ആണോ അങ്ങനത്തെ കാറ്റലിറ്റിക് റിയേജൻസ് നമ്മൾ യൂസ് ചെയ്യണം. ഡിസൈൻ ഫോർ ഡീഗ്രേഡേഷൻ ഇൻ ടു നോൺ പെർസിസ്റ്റൻറ്റ് പ്രൊഡക്ട്സ് ഇൻ ദ എൻവയോൺമെൻറ്റ്. നമ്മൾ ഉണ്ടാക്കുന്നത് ഡീഗ്രേഡേഷൻ നടക്കുന്നതായിരിക്കണം. ഓക്കെ, പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പെർസിസ്റ്റ് ചെയ്യാൻ പാടില്ല നമ്മുടെ എൻവയോൺമെൻറ്റിൽ. ഡെവലപ്മെൻറ്റ് ഓഫ് റിയൽ ടൈം അനാലിസിസ് ഫോർ പൊല്യൂഷൻ പ്രിവെൻഷൻ. അനലിറ്റിക്കൽ ആയിട്ടുള്ള മെത്തഡോളജീസ് നമ്മൾ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ അതിനെ മോണിറ്റർ ചെയ്യും, അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യണം. ഈ ഹസാഡസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിനെ മോണിറ്ററും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇൻഹറൻ്റ്ലി സേഫർ കെമിസ്ട്രി ഫോർ ആക്സിഡൻറ്റ് പ്രിവെൻഷൻ അതാണ് നമ്മുടെ 12ാമത്തേത് എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ആയാലും അതുപോലെ തന്നെ ഫോം ഓഫ് സബ്സ്റ്റൻസ് ഈ കെമിക്കൽ പ്രോസസ്സിലുള്ള നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം മിനിമൈസ് ദ പൊട്ടൻഷ്യൽ ഫോർ കെമിക്കൽ ആക്സിഡൻസിന് ഉള്ള പൊട്ടൻഷ്യൽ അതുപോലെ തന്നെ എക്സ്പ്ലോഷൻ ഫയർ അതിൻ്റെ പൊട്ടൻഷ്യൽ കുറവുള്ള സബ്സ്റ്റൻസുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നതിലൂടെ അപ്പോൾ ഈ 12 പ്രിൻസിപ്പിളും ഫോളോ ചെയ്തിട്ട് നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ നടത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അടുത്തത് ഗ്രീൻ സോൾവൻസ് ആണ്. ഗ്രീൻ സോൾവൻസ് ഫോർ എ പർട്ടിക്കുലർ പ്രോസസ് ഈസ് വൺ ബൈ ദി യൂസ് ഓഫ് വിച്ച് അഡ്വേഴ്സ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട് ഡ്യൂറിങ് ഇറ്റ്സ് ഹോൾ ലൈഫ് സൈക്കിൾ ഈസ് ദ ലീസ്റ്റ്. അപ്പം നമ്മൾ ഗ്രീൻ സോൾവൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഫോം ചെയ്യുന്നതിന് കാരണമാകും. അപ്പോൾ എൻവയോൺമെൻറ്റിൽ ഹസാഡസ് അല്ലാത്ത നല്ല പ്രൊഡക്ട്സുകൾ ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗ്രീൻ സോൾവൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദർ ആർ മെനി ക്രൈറ്റീരിയ ബൈ വിച്ച് എ സോൾവെൻറ്റ് മേ ബി ലേബൽ ഗ്രീൻ. അപ്പോൾ നമ്മളൊരു സോൾവെൻറ്റിന് ഗ്രീൻ സോൾവെൻ്റ് ആണെന്ന് പറയണമെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? അവൈലബിലിറ്റി, അപ്പോൾ അത് ഈസിലി അവൈലബിൾ ആയിരിക്കണം. പിന്നെ സിന്തസിസ്, പ്രൈസ്, ഗ്രേഡ്, സ്റ്റെബിലിറ്റി, ബയോഡിഗ്രേഡബിലിറ്റി, അതുപോലെ തന്നെ റീസൈക്കിൾ ചെയ്യാൻ പറ്റണം. പിന്നെ ടോക്സിസിറ്റി കുറവായിരിക്കണം. പെർഫോമൻസ് അതുപോലെ തന്നെ ഹൈ പെർഫോമൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ഫ്ലെയിമബിലിറ്റി, സ്റ്റോറേജ്, ഈസിലി സ്റ്റോർ ചെയ്യാൻ പറ്റണം ആൻഡ് റിന്യൂവബിലിറ്റി. അപ്പോൾ ഇത്രയും ക്രൈറ്റീരിയ ഫോളോ ചെയ്യുന്ന സോൾവൻസിനെ നമ്മൾ ഗ്രീൻ സോൾവൻസ് എന്ന് പറയുന്നത്. ഗ്രീൻ സോൾവൻസിന് എക്സാമ്പിളാണ് വാട്ടർ, സൂപ്പർ ക്രിട്ടിക്കൽ കാർബൺ ഡൈ ഓക്സൈഡ്, അയണിക് ലിക്വിഡ്സ്, അതുപോലെ തന്നെ സം പോളിമറൈസർ ആയിട്ടുള്ള സോൾവൻസും. ഓക്കെ, ഇതെല്ലാം മറ്റുള്ള സോൾവൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ ഗ്രീനറാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും എൻവയോൺമെൻറ്റിൽ എപ്പോഴും നല്ലത്. ദ ഗ്രീനർ ദ സോൾവെൻറ്റ് യൂസ്ഡ് ഫോർ എ സിന്തസിസ് ദ ഗ്രീനർ ദാറ്റ് സിന്തസിസ് ഈസ്. അപ്പോൾ നമ്മൾ എത്രത്തോളം ഗ്രീനർ സോൾവെൻസ് അതായത് ഗ്രീൻ സോൾവെൻസ് നമ്മൾ നമ്മുടെ റിയാക്ഷനിൽ യൂസ് ചെയ്യുന്നു അത്രത്തോളം എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആറ്റം എക്കണോമി അല്ലെങ്കിൽ ആറ്റം എഫിഷ്യൻസി ആണ്. അപ്പോൾ ഈ ആറ്റം എക്കണോമി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് BM ട്രോസ്റ്റ് ആണ്.
ഇറ്റ് ഇവാലുവേറ്റ്സ് ഹൗ മച്ച് ഓഫ് ദ റിയാക്റ്റൻസ് ഓഫ് എ റിയാക്ഷൻ ഗെറ്റ്സ് ഇൻകോപ്പറേറ്റഡ് ഇൻ ടു ദ ഫൈനൽ ഡിസൈർഡ് പ്രോഡക്റ്റ്. അപ്പം നമ്മളൊരു റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമുക്കൊരു ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ എത്രത്തോളം ആ റിയാക്ഷനിൽ എത്രത്തോളം റിയാക്റ്റൻസ് ഈ ഫൈനൽ പ്രൊഡക്ട്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം റിയാക്റ്റൻസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുകയാണെങ്കിൽ അവിടെ ആറ്റം എഫിഷ്യൻസി അത്രത്തോളം കൂടുതലായിരിക്കും. അപ്പോൾ റിയാക്റ്റൻസ് എത്രത്തോളം പ്രൊഡക്റ്റായി കൺവേർട്ട് ചെയ്യുന്നു, ആ ഒരു ഇതാണ് നമ്മൾ ആറ്റം എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് ആറ്റം എഫിഷ്യൻസിയാണ് നോക്കുന്നത്. പെർസെൻറ്റേജ് ആറ്റം എക്കണോമി എന്ന് പറയുന്നത് റിലേറ്റീവ് മോളിക്കുലർ മാസ് ഓഫ് ദ ഡിസൈർഡ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഓഫ് ദ റിലേറ്റീവ് മോളിക്കുലർ മാസസ് ഓഫ് ദി റിയാക്റ്റൻസ് മൾട്ടിപ്ലൈഡ് ബൈ 100. ഓക്കെ, അപ്പോൾ നമ്മൾ മേലെ നമുക്ക് കിട്ടിയിട്ടുള്ള, അതായത് ഡിസൈഡ് ആയിട്ടുള്ള നമുക്ക് ഏത് പ്രൊഡക്റ്റ് ആണോ വേണ്ടത് അതിൻ്റെ റിലേറ്റീവ് ആയിട്ടുള്ള മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ താഴെ വന്നിട്ട് നമ്മൾ ഏതൊക്കെ റിയാക്റ്റൻസ് എടുക്കുന്നോ ആ റിയാക്റ്റൻസിൻ്റെ മോളിക്കുലർ മാസിൻ്റെ ടോട്ടൽ, ഓക്കെ, ഇൻറ്റു 100. അപ്പോൾ ഒരു 100 കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ പെർസെൻറ്റേജ് ആറ്റം എക്കണോമി എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്രീൻ കെമിസ്ട്രിയാണ്. അപ്പം എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഗ്രീൻ കെമിസ്ട്രീൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 12 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഗ്രീൻ കെമിസ്ട്രിയിൽ റിയാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.